ഹായ് നമസ്കാരം ബ്യൂട്ടി. എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? 102 സീറ്റുകൾ കേരളത്തിലെ ജനങ്ങൾ അറുമാദിച്ചങ്ങ് കൊടുത്തു കോൺഗ്രസ്സിന്. ഐക്യകണ്ഠേന ഈ ഒരു കോൺഗ്രസിൻ്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള വി ഡി സതീശനാണ് എന്തുകൊണ്ടും മുഖ്യമന്ത്രിയാകാനായിട്ടുള്ള യോഗ്യൻ. പക്ഷേ വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ഈ ഘടകകക്ഷിയിൽ പോലും ഇല്ലാത്ത ചില വേട്ടാവളിയന്മാരാണ്. നമ്മുടെ ഗുരുദേവൻ്റെ ആശയത്തെ വിറ്റ് ജീവിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, മാറി മാറി വരുന്ന ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും കൊള്ളാം, അങ്ങ് കിടന്നും കമന്നും ഒക്കെ നക്കി വെളുപ്പിക്കുന്ന ഈ വൃത്തികെട്ടവനാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകണോ തീരുമാനിക്കുന്നത്. വി ഡി സതീശൻ വരുന്നതിനോട് ആ വെട്ടവളിന് താല്പര്യമൊന്നുമില്ല. കാരണം അവർ തമ്മിലൊരു ചെറിയ പോട്ടിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയായിരുന്നല്ലോ. വി ഡി സതീശൻ 100 സീറ്റിന് മേളിൽ പിടിച്ച് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ അവൻ്റെ സ്ഥാനവും ഒഴിയുമെന്നാണ് പറഞ്ഞത്. വാക്കിന് നിറവില്ലാത്ത കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ എന്നല്ല മറ്റൊരു മതസംഘടനയുടെയും 7 അയലത്ത് പോലും അടുപ്പിക്കാൻ കൊള്ളാത്ത ഒരു ക്ഷുദ്രഭാണമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവിടെ ലീഗ് ഏതാണ്ട് 23 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ലീഗ് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ 3 താമര വിരിഞ്ഞായിരുന്നു. ഈ താമര വിരിഞ്ഞ ഈ മക്കണ്ണന്മാരാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് ലീഗിന് ഏത് സ്ഥാനം കൊടുക്കണം, ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് ആര് വരണമെന്നൊക്കെ ഇവന്മാരാണ് തീരുമാനം. ഇവന്മാരൊക്കെ ആരാണ് ഇവിടെ? കേരളത്തിൽ യു ഡി എഫിന് 102 MLA-മാരുണ്ട്. ആ 102 MLA-മാർ കൂടി ആലോചിക്കും ആരാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടതെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ മാത്യു കുഴിനാടൻ പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവന. അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പാലം കടക്കുവോളം നാരായണ, അത് കഴിഞ്ഞാൽ പിന്നെ കൂരായണ, അങ്ങനെ എന്താ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലേ, അതാണ്. മുസ്ലിം ലീഗിന് നല്ല വോട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഈ മാത്യു കുഴിനാടൻ ജയിച്ചത്. ഇപ്പോൾ മുസ്ലിം ലീഗ് ഫ്ലെക്സ് വെക്കേണ്ട ഒരു അവസ്ഥ വരും. നാണം കെടുത്തുകയാണ് ഇവിടുത്തെ ജനങ്ങളെ. സത്യത്തിൽ ഇതുപോലത്തെ വിവരക്കേടുകൾ പറയുമ്പോഴത്തേക്കുള്ളൂ അതിനൊക്കെ പാർട്ടിക്കകത്ത് ഉള്ള ആളുകൾ തന്നെ വേണം ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുക. എന്താ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡിബേറ്ററാണ് മുസ്ലിം ലീഗിൻ്റെ നമ്മുടെ ഷാഫി ചാലിയും ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങളിത് കണ്ടതിന് ശേഷം കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾ കമൻ്റ് അറിയിക്കുക. ആരാണ് ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത്? ഇതൊക്കെ ആരാണ് ഇവിടെ തീരുമാനിക്കേണ്ടത്? ഈ പറയപ്പെടുന്ന വേട്ടാവളിയന്മാരാണോ? കോൺഗ്രസ്സിന് ഒരു ഗുണവും ഇല്ലാത്ത ഈ ഗുരുദേവൻ്റെ ആശയത്തെ വിറ്റ് ജീവിക്കുന്നവരും ഇവിടുത്തെ സംഘിവാണങ്ങളും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകകക്ഷിയിൽപ്പെട്ടിട്ടുള്ള കോൺഗ്രസിൻ്റെ ഭാഗമല്ലാത്ത ആളുകളാണോ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? അത് അവരല്ലേ തീരുമാനിക്കേണ്ടത്? എന്തായാലും നമുക്ക് ഷാഫി കൊടുക്കുന്ന ആ ഒരു മറുപടി ഉണ്ടല്ലോ, അത് കേൾക്കാതെ പോരുത്. വീഡിയോയിലേക്ക് പോകാം. വലിയ വിജയത്തിന്റെ പകട്ട് കളയാതെ ഹൈക്കമാൻഡോ കോൺഗ്രസോ ആരാഞ്ഞ് തീരുമാനിക്കട്ടെ എന്ന് മാത്യു കുഴിനാടൻ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം കൂടി ഒന്ന് കാണാം. മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്ന് കോൺഗ്രസ് പറയൂ? കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്ന ആളാകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം എന്ന് കോൺഗ്രസ് ആരോടും പറയൂ. ഈ വിജയം എന്ന് പറയുന്നത് ആരും മറക്കരുത്. ഇത് പാർട്ടിയുടെ വിജയമാണ്, ഇത് മുന്നണിയുടെ വിജയമാണ്. ആ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കുന്ന ഒരു നടപടി ആരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? ഇതിന്റെ അകത്തെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ ആരും അതിനൊരു ഒരു ലക്ഷ്മണരേഖയുണ്ട്. ആ ലക്ഷ്മണരേഖ ആരും ക്രോസ് ചെയ്യാറില്ല, ക്രോസ് ചെയ്യത്തില്ല. അത് രാഷ്ട്രീയ മര്യാദയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത്. ഷാഫി ചാലിം, ഇവിടെ ലീഗിന്റെ വിദ്യാഭ്യാസ വകുപ്പ് നൽകരുതെന്ന് തിട്ടൂരം പറയുന്നത് വി മുരളീധരനാണ്. ലീഗിന്റെ മുഖ്യമന്ത്രി വരുമെന്ന് പറയുന്നത് കെ സുരേന്ദ്രനാണ്. ആര് മുഖ്യമന്ത്രിയാവണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരൊക്കെയാണ്. അവരോടൊക്കെയല്ലേ ഇടപെടരുത് എന്ന് മാത്യു അക്കാര്യത്തിൽ പറഞ്ഞത്. അല്ലാതെ ആ വിജയത്തിനായി അഹോരാത്രം പണിയെടുത്ത നിങ്ങളോട് എന്തിനാണ് ഈ മാത്യുവിന്റെ വിരട്ട്? ഷാഫി, അതായത് KPCC പ്രസിഡന്റിനെ ആണ് തീരുമാനിക്കേണ്ടതെങ്കിൽ അത് കോൺഗ്രസ് എന്ന പാർട്ടിയാണ് ചെയ്യേണ്ടത്. ഇതൊരു മുന്നണിയെ നയിക്കേണ്ട മുഖ്യമന്ത്രി പദവി സംബന്ധിച്ച കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ ഘടകകക്ഷിക്കും അവരുടേതായ അഭിപ്രായം ഉണ്ടാവും. മാത്രമല്ല, മാത്യു കുഴൽനാടൻ ഒന്നോർക്കണം, കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കുന്നതിൽ ലീഗിന് എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് AICC നേതൃത്വം ഹൈക്കമാൻഡ് പ്രതിനിധികൾ മുസ്ലിം ലീഗിനെ ക്ഷണിച്ചത്, മറ്റു ഘടകകക്ഷികളെ ക്ഷണിച്ചത്? അപ്പോൾ അത് ചോദിക്കേണ്ടത് ഹൈക്കമാൻഡിനോടാണ്, ഞങ്ങളെ നേരെയല്ല. അതിനത്രേ മറുപടി പറയുള്ളൂ. പിന്നെ വി മുരളീധരൻ BJP-കാരനാണ്. BJP-കാരൻ ചോദിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് എടുക്കാൻ പാടില്ല, കോൺഗ്രസ് എടുക്കണം. എന്താ അതിൻ്റെ പച്ച മലയാളം? ഒരു മുസ്ലിം വരാൻ പാടില്ല എന്നത് തന്നെയാണ്, മനസ്സിലാക്കണം. മാത്രമല്ല, ഇവർക്കിത് അഭിപ്രായം പറയാൻ അവർക്ക് എന്ത് അവകാശമാണുള്ളത്? പച്ചക്ക് വർഗീയതല്ലേ പറഞ്ഞ് കേരളം ഒട്ടാകെ അപലപിക്കേണ്ട ഒരു വാക്കല്ലേ? തുടർന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ?
ഞാൻ ഭൂരിപക്ഷ സമുദായത്തിനെ പ്രതികരിച്ചാണ് നിയമസഭയിൽ ഇരിക്കുന്നത്. ഭൂരിപക്ഷ സമുദായത്തെ പ്രതികരിക്കാൻ ഇയാളാരാ? ഇയാൾ സംഘികളെ പ്രതികരിച്ചാണ് ഇരിക്കുന്നത്, അല്ലാതെ ഭൂരിപക്ഷ സമുദായത്തിനെ അല്ല. ഭൂരിപക്ഷ സമുദായത്തെ പ്രതികരിച്ച് ഞാൻ നിയമസഭയിൽ ഇരിക്കുന്നു, എന്നിട്ട് പറയുന്നു മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല, അത് കോൺഗ്രസ് ഏറ്റെടുക്കണം. എന്താ കോൺഗ്രസിനോട് ഇത്ര വലിയ സ്നേഹം? പച്ചക്ക് വർഗീയതയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെയൊക്കെ ഈ നാട് ഒരു ദിവസം ഒരുമിച്ച് ഹർത്താൽ നടത്തി എന്ത് ചെയ്യുമ്പോൾ ഇത്തരം വിഷജന്തുക്കൾക്ക് മറുപടി കൊടുക്കുകയാണ് വേണ്ടത്. അല്ല ഷാഫി, ഇവിടെ ചെയ്യേണ്ടത് അത് ബി ജെ പിക്കാരാണ്. എന്താ ചെയ്ത് ഇവിടെ? അല്ല, ഞാൻ പറഞ്ഞത് ബി ജെ പിക്കാരാണ്. അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. എന്താണ് അവിടുത്തെ അവരുടെ 5 വർഷത്തെ ലക്ഷ്യം എന്നതിന്റെ കൃത്യം സൂചന ഈ പ്രസ്താവനകളുണ്ട്. പോട്ടെ, മാത്യു ബി ജെ പി അല്ലല്ലോ, മാത്യു നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണല്ലേ. മാത്യുവിന്റെ ജയത്തിന് വേണ്ടിയും ഈ പറഞ്ഞ മൂവാറ്റുപുഴ ലീഗ് പ്രവർത്തിച്ചതല്ലേ. മാത്യു അങ്ങനെ ഒരു ആയുധം, ഇപ്പൊ മാത്യു തന്നെ ആ നറേറ്റീവ് ഉണ്ടാക്കുകയാണെങ്കിൽ ബി ജെ പിക്കാരെ എങ്ങനെ പഴിക്കാൻ പറ്റും ഷാഫി? അല്ല, മാത്യു അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ മാത്യു അങ്ങനെ പറഞ്ഞു എന്നത് വലിയ വിഷയമാക്കി എടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യവുമില്ല. കാരണം ആളുകളൊക്കെ പറയണ സമയത്ത് അതിൻ്റെ ഒരു ടെസ്റ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്തിനാണ് ഞങ്ങളാരും വലിഞ്ഞു കയറി വന്നില്ലല്ലോ. ഞങ്ങളോട് അഭിപ്രായം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കുന്നതിൽ ഘടകകക്ഷിയുടെ അഭിപ്രായം എന്തിനാണ് AICC നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡ് തേടിയത് എന്ന് മാത്യു കോയിൽനാടനോട് ഹാഷ്മി നിങ്ങളെ മാധ്യമ പ്രവർത്തകർ ചോദിക്കേണ്ടിയിരുന്നു. നിങ്ങൾ ആരാണ്, എന്താണ് പറയുന്നത്, അത് അപ്പടി നേരെ ജനങ്ങൾക്ക് കാണാൻ വിട്ടുകൊടുക്കുക എന്നല്ലാതെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു ത്രാണി ആ കൂട്ടത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടായോ? ഒറ്റ ചോദ്യം കോയിൽനാടനോട് ചോദിച്ചാൽ പോരെ. അങ്ങനെയാണ് എന്തിനാ ഘടകകക്ഷികളെ ഇന്ന് ക്ഷണിച്ചത്? അവരുടെ അഭിപ്രായം പിന്നെ എന്തിനാ തേടിയത്? ആ ഒറ്റ ചോദ്യത്തിന് മാത്യു കോയിൽനാടന് കൃത്യമായി മറുപടി ആവൂലേ? അതിലത്രയേ ഉള്ളൂ. ഇതൊന്നും വലിയൊരു വിഷയമായിട്ട് ഞങ്ങൾ എടുക്കുന്നില്ല. അതൊക്കെ അവരുടെ പക്വത കുറവായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഷാഫി കൊടുത്ത മറുപടി കേട്ടല്ലോ. ഇതിൽ കൂടുതൽ മറുപടിയൊന്നും ഇവന്മാർ അർഹിക്കുന്നില്ല എന്നുള്ളതാ. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റ് കിട്ടിയതിന്റെ ഹുങ്കും അഹങ്കാരവും കൊണ്ടാണ് ഇവന്മാർ ഇന്ന് ഈ കേരളത്തിൽ കിടന്ന് കാണിക്കുന്ന ഈ തോന്നിയവാസം. ഒരു 65 or 68 സീറ്റൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഇവനെല്ലാം ഓച്ചാനിച്ച് നിന്നേനെ ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടിയൊന്നും കൂടത്തില്ലായിരുന്നു. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമായി എന്ന് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഒരിക്കലും ഒരു പാർട്ടിക്കും മൃഗീയ ഭൂരിപക്ഷം കൊടുക്കരുത്. ഇന്ന് കേന്ദ്രത്തിൽ നമ്മൾ കാണുന്ന അവസ്ഥ എന്താ? പശ്ചിമ ബംഗാളിന്റെ അവസ്ഥ എന്താ? ന്യൂനപക്ഷങ്ങളുടെ നെഞ്ചത്ത് കയറി താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ് BJP-ക്കാർ. അതുപോലത്തെ തെമ്മാരിത്തരങ്ങളാണ് അവിടെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു വാർത്ത ചെയ്യാൻ പോലും നമ്മുടെ കേരളത്തിലെ മാധ്യമ തമ്പ്രാക്കന്മാരൊന്നും രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ള. അവിടെ ജനങ്ങൾ പലായനം ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറയുന്നത് എന്താണ്? മമതാ ബാനർജി ഉള്ള സമയത്ത് മമതാ ബാനർജിയുടെ ഒരു വോട്ട് ബാങ്ക് ആയിരുന്നു. അതായത് ബംഗ്ലാദേശിൽ നിന്നൊക്കെ കുടിയേറി വന്നവരാണ് ഇപ്പോൾ ഒഴിഞ്ഞു. ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരു പൗരന് ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൊണ്ടുവരാൻ വേണ്ടിയാണ് കേരളത്തിൽ സംഘപരിവാറിന്റെ വേട്ടാവളിയന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 3 താമര വിരിഞ്ഞപ്പോഴത്തേക്ക് കാണിക്കുന്ന ഈ ഹുങ്കാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇവർ അധികാരം പിടിച്ചാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. വടക്കേ ഇന്ത്യയിൽ എന്താണോ നടക്കുന്നത് അതിനെക്കാട്ടിലും രൂക്ഷമായിരിക്കും നമ്മുടെ കേരളത്തിൽ. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഷാഫിയുടെ ഈ കിടുക്കാച്ചി മറുപടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റിലുള്ളവർക്ക് അടുത്തൊരു വീഡിയോ കാണാം.